എല്ലാവർക്കും നമസ്കാരം. അല്ലു അർജുന്റെ വൻപൻ സിനിമയായ പുഷ്പ 2 ഇന്ന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലും മികച്ച റിലീസാണ് ചിത്രത്തിന് ലഭിച്ചത്. മികച്ച റിലീസ് മാത്രമല്ല, മികച്ച ബുക്കിംഗും ചിത്രത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മറ്റൊരു കാര്യമാണ്. കേരളത്തിലടക്കം മികച്ച റിലീസും മികച്ച ബുക്കിംഗും ലഭിച്ച പുഷ്പ 2വിന് 2024 ആദ്യ ദിന കളക്ഷനിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ്. നിലവിൽ ആ ഒരു സ്ഥാനത്തുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ വൈശാഖ് സംവിധാനം ചെയ്ത ടെർബോ എന്ന ചിത്രമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 2024 മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ അന്യഭാഷയിൽ നിന്നും കേരളത്തിൽ റിലീസിനെത്തിയത് ഏകദേശം 250 മുകളിലുള്ള ചിത്രങ്ങളാണ്. എന്നാൽ ഇത്രയും റിലീസ് ഉണ്ടായിട്ട് പോലും ടെർബോ എന്ന സിനിമ ആദ്യ ദിവസം ഇട്ട 2024 ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇതുവരെ ഒരു ചിത്രത്തിനും കേരളത്തിൽ മറികടക്കാൻ സാധിച്ചിട്ടില്ല. ടെർബോ എന്ന സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് 6,15,00,000 രൂപയായിരുന്നു. ഈ ഒരു റെക്കോർഡ് മറികടക്കാൻ സാധിക്കുന്ന ചിത്രങ്ങളൊക്കെ മലയാളത്തിൽ റിലീസിന് വന്നെങ്കിൽ പോലും അതിനൊന്നും ടെർബോയുടെ കളക്ഷൻ റെക്കോർഡ് ഈ കൊല്ലം മറികടക്കാൻ സാധിച്ചിട്ടില്ല. ലാലേട്ടന്റെ മലക്കോട്ടെ വാലിബൻ എന്ന സിനിമ 5,85,00,000 രൂപയായിരുന്നു സ്വന്തമാക്കിയത്. പല മമ്മൂട്ടി വിരോധികളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതുണ്ടായിരുന്നു ടെർബോയുടെ കളക്ഷൻ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് ഇന്ന് പുഷ്പ 2 മറികടക്കുമെന്നൊക്കെ. എന്നാൽ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ആ ഒരു റെക്കോർഡ് ടെർബോ എന്ന സിനിമയുടെ 2024 ആദ്യ ദിവസത്തെ കളക്ഷൻ റെക്കോർഡ് ടെർബോ തന്നെ ഇനിയും കാത്തു സൂക്ഷിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടി വരിക. പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവ് റിപ്പോർട്ട്സ് വന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ബുക്കിംഗ് ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ചിത്രത്തിന് കേരളത്തിന് പുറത്ത് ഹെവി ബുക്കിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏകദേശം ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ വിറ്റുപോകുന്നത് 1,00,000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ബുക്ക് മൈ ഷോയിലൂടെ ഒരു മണിക്കൂറിനുള്ളിൽ 1,00,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നത്. ആ ഒരു നേട്ടം ഇപ്പോൾ പുഷ്പ 2 സ്വന്തമാക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പുഷ്പ 2വിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ 6 കോടിക്ക് താഴെയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ അപ്ഡേറ്റ് നാളെ ഉച്ചയോടെ ആയിരിക്കും പുറത്തു വരിക. നിലവിൽ മലയാളത്തിൽ ഓപ്പണിംഗ് ഡേ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം ദളപതി വിജയ് നായകനെത്തിയ തമിഴ് ചിത്രമായ ലിയോയാണ്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 12 കോടിക്ക് മുകളിലാണ് ആ ഒരു ചിത്രം അന്ന് സ്വന്തമാക്കിയിരുന്നത്. ഈ ഒരു റെക്കോർഡൊക്കെ ഇനി ആരായിരിക്കും തകർക്കാൻ പോകുന്നുവെന്ന് താഴെ നമ്മുടെ പ്രേക്ഷകർക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ പുഷ്പ 2വിന് ടെർബോയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ മറികടക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.